അങ്ങനെ വന്നിരിക്കുകയാണ് മക്കളെ ബിഗ് ബോസ് മലയാളം സീസൺ 6 6 വൈൽഡ് കാർഡ്സിന്റെയും ഫേസ് റിവീൽ ചെയ്തുകൊണ്ടുള്ള പ്രൊമോ. തന്റെ എതിരാളികൾക്ക് മാലയിട്ടിട്ട് എന്നാണ് ലാലേട്ടനോട് എന്തുകൊണ്ടാണ് ഞാൻ ഇയാളെ എതിരാളിയായി കാണുന്നു എന്ന് പറയുന്ന പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അഭിഷേക് ശ്രീകുമാർ ജാൻമണിക്ക് മാലയിട്ടിട്ട് അവരെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് അഭിഷേക് ജയദീപ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പൂജ കൃഷ്ണ വരുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, എന്റെ പൊന്നോ, താടിയൊക്കെ കളഞ്ഞു, മുടിയൊക്കെ വടിച്ചു, നല്ല മംഗലശ്ശേരി നീലകണ്ഠന്റെ മാതിരി മീശയൊക്കെ പിരിച്ചാണ് സായി കൃഷ്ണ വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഗെയിമും കോണ്ടന്റുകളും പ്രതീക്ഷിക്കുന്ന വൈൽഡ് കാർഡാണ് സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത്. സീക്രട്ട് ഏജന്റ് പറയുന്നത് നമ്മുടെ ഗബ്രിയെയും ജാസ്മിനെയുമാണ് തന്റെ എതിരാളിയായിട്ട് കണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നാലാണ് ലാലേട്ട ആ പ്രശ്നം, ഇവരെ അങ്ങാട്ട് പിരിച്ചു കളഞ്ഞാലോ എന്നാണ് സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ജാൻമണിനെ പറ്റി അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്, ജിൻഡോനെ പറ്റി പൂജ കൃഷ്ണ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജിൻഡോനെ പറ്റിയിട്ട് നമ്മുടെ ഹന്തന പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വൈൽഡ് കാർഡുകളും അവരുടെ എതിരാളികളെ ഫോക്കസ് ചെയ്താണ് ഗെയിം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാല ഇട്ട് സ്വീകരിച്ചത് തന്റെ എതിരാളികളെ. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഇഷ്ടമുള്ള ആളുകൾക്കാണ് ചെന്ന് മറ്റേ ഹാരം അണിയിച്ചതെന്ന്. അങ്ങനെയല്ല, എതിരാളികൾക്കാണ് മാല അണിയിച്ചിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ ലാലേട്ടന് കൊടുത്തിരിക്കുന്നത്. ഫേസ് റിവീൽ ചെയ്യുന്ന പ്രൊമോ കൂടി വന്നിരിക്കുന്നു. ഫേസ് റിവീൽ ചെയ്തൊരു പ്രൊമോ ഇപ്പൊ വേണ്ടായിരുന്നു. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ ആ ഒരു ഫേസ് എപ്പിസോഡിൽ കാണുമ്പോഴായിരിക്കും അതിന്റെ ഒരു എഫക്റ്റ് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടിപൊളി ഗെയിം ആയിരിക്കുള്ളൂ. നല്ല തീരുമാനിച്ചുറപ്പിച്ചാണ് വരുന്നത്. പിന്നെ ഒരാളുടെ കാര്യം വന്നുപോയി, നമ്മുടെ ഡി ജെ സിബിനും പറയുന്നുണ്ട് നമ്മുടെ അപ്സരനെ പറ്റി. അപ്സരക്കാണ് സിബിൻ ചെന്ന് മാലയിട്ടിരിക്കുന്നത്. അപ്സരനെ പറ്റി സിബിനും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അപ്സരയെ എതിരാളിയായിട്ട് എടുത്തതെന്നുള്ള കാര്യം. അടിപൊളി ഗെയിമുകൾ 6 പേരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നൈസായിട്ട് മാറട്ടെ. പിന്നെ നമ്മുടെ നന്ദന എന്ന് പറയുന്നത് ഒരു കോമണറാണ്, അത് എടുത്തു പറയുന്നു. നിങ്ങൾ മറ്റുള്ള വീഡിയോസിൽ കണ്ടു കാണും. കോമണർ ഓഡീഷൻ അറ്റൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. പക്ഷേ മോഡലും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ കോമണർ കാറ്റഗറിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും 6 പേരുടെയും ഗെയിം എന്ന്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു അടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് പ്രതീക്ഷിക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്